നോക്കൂ, ഇന്നിപ്പോൾ ചന്ദ്രിക മുണ്ടുടുക്കുന്ന മോദി എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, മോദി തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റ്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയനും ലീഗും തമ്മിൽ ഒരു അപ്രഖ്യാപിത കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതായിരുന്നു പൊതുവെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പല പ്രതിപക്ഷ സമരങ്ങളെയും ദുർബലപ്പെടുത്താനും കഴിഞ്ഞു. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം പിണറായി വിജയനെ വ്യക്തിപരമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ പഴയ തന്ത്രപരമായ സഹകരണം എന്ന സ്ട്രാറ്റജി ഉപേക്ഷിച്ച് നേരിട്ട് പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു എന്നാണോ കാണേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ പിണറായിയുടെ വിമർശനം? നോക്കൂ നികേഷ്, CPM-നെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ പ്രതികരിക്കാറ്. എന്തെങ്കിലും ഒരു മുൻധാരണ അങ്ങ് അടിച്ചു വെച്ച് അല്ലെങ്കിൽ എന്തിനും ഏതിനും വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ഒരു രീതിയൊന്നും ഞങ്ങൾക്കില്ല. ആ സാഹചര്യത്തിനനുസരിച്ച് ആ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട്, വിമർശനം ഉന്നയിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമിയുമായും SDP-യുമായും മുസ്ലിം ലീഗ് സന്ധി ചെയ്യുന്നു എന്നുള്ളത് പിണറായി വിജയൻ മാത്രം പറഞ്ഞ കാര്യമാണോ? മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ സമസ്ത സുന്നി വിഭാഗം. സമസ്ത സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് പണ്ഡിത സഭാംഗം ഉമർ ഫൈസി പറഞ്ഞ അല്ലെങ്കിൽ എഴുതിയ ഒരു ലേഖനം നമ്മുടെ മുമ്പിലില്ലേ? നേരത്തെ തന്നെ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മുടെ മുമ്പിലില്ലേ? എന്താ പറഞ്ഞിരുന്നത്? സിയോണിസ്റ്റ് സ്റ്റൈലുള്ളതാണ് ഈ SIO എന്നുള്ളതാണ് പറഞ്ഞത്. സിയോണിസത്തിലാണ് ഇവരുടെ അടിവേര് എന്നാ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIOയെ കുറിച്ച് പറഞ്ഞത്. ഇതേ SIOയെയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെയും EK സുന്നി വിഭാഗം വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ജമാഅത്തെ മതരാഷ്ട്രവാദികൾ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് മുസ്ലിം ലീഗ് സ്വന്തം കുളം തോണ്ടുന്നു എന്ന് പറഞ്ഞത് ഉമർ ഫൈസി മുക്കമാണ്. ആരാ ഉമർ ഫൈസി മുക്കം? ഞങ്ങളുടെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ? അല്ല. EK വിഭാഗത്തിൻ്റെ പണ്ഡിത വിഭാഗത്തിൽ ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ പറയുന്നതിനേക്കാൾ രൂക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യുമായിട്ടൊക്കെ മുസ്ലിം ലീഗ് ബന്ധപ്പെടുന്നതിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം KM ഷാജി എന്ന് പറയുന്ന ആളെക്കുറിച്ച്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും വ്യക്തിപരമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ഞാനത് വേണമെങ്കിൽ ഇപ്പോൾ നികേഷ് സാറിന് അയച്ചു തരാം. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സാക്ഷാൽ ശിഹാബ് തങ്ങൾ പറഞ്ഞു എന്ന്. ET മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും ഒക്കെ കേരളത്തിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാവ് ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം ലീഗിന്റെ പതാക ഒരു മത തീവ്രവാദികളുടെയും അടുക്കളയിൽ കൊണ്ടുവെക്കില്ല എന്ന് പറഞ്ഞ നേതാവാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെയും അദ്ദേഹം പറഞ്ഞു ആ പ്രസംഗത്തിന്റെ അവസാനം, ഈ പറയുന്ന മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മാമാപണിക്ക് പോകുന്നതാ നല്ലതെന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞു. എൻ്റെ വാചകമല്ല. ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. ഞാൻ ആ പ്രസംഗം നികേഷിന് ഇപ്പോൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഇവർ തന്നെ ഇവരുടെ ഇടയിൽ തന്നെ എത്രയെത്ര അഭിപ്രായങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും PFIയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിനും വോട്ട് കച്ചവടത്തിനുമെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പരസ്യമായി തെരുവിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ സംഘർഷമുണ്ടായിട്ടുണ്ട്. എന്തിനാ പിന്നെ ഇവര് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നത്? Debate with MV Nikesh Kumar.